ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പുട്ട് ഐസ്ക്രീമിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ വീഡിയോ എന്താ ഇടാത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പുതിയ പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അവിടുന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെ ആദ്യം തന്നെ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അതാ പുട്ടുകുറ്റിയൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ എടുക്കുന്ന ഐസ്ക്രീം തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ വനിലയുടെ എടുത്തിട്ടുണ്ട്, റാസ്ബെറി എടുത്തിട്ടുണ്ട്, അതുപോലെ കാരമലിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ ഓറിയോ ഐസ്ക്രീമും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 4ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് യൂട്യൂബിൽ ഫുള്ളും പുട്ട് ഐസ്ക്രീമിൻ്റെ വീഡിയോ ആണല്ലോ. അപ്പം എന്നാൽ അതും ഇട്ടേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ മുന്തിരി, കറുത്ത മുന്തിരി ഏതായാലും കുഴപ്പമില്ല, പല വെറൈറ്റി ആയിട്ടുള്ള നട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്, റൈസിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ കൊക്കോ പോപ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ സാദാ ഹണിയുടെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഏതൊക്കെ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചില്ലുണ്ടല്ലോ പുട്ടുകുറ്റിയുടെ, അതിൻ്റെ മേലൊന്ന് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യണം. എന്നിട്ട് വേണം അത് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പുട്ടുകുറ്റിയുടെ. എന്നിട്ട് ആദ്യം നമ്മൾ കോൺഫ്ലെക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് 1-3 ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓരോ ടീസ്പൂണ് വീതം. പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങയാണല്ലോ ആദ്യം ഒന്ന് ഫില്ല് ചെയ്യുക, അതിന് പകരം നമ്മൾ കോൺഫ്ലെക്സ് ഇടുക. പിന്നെ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വനിലയുടെ ഐസ്ക്രീമാണ്, പിന്നെ റാസ്ബെറിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഫ്ലേവർ നോക്കിയിട്ട് ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ, ഇന്നത് വേണമെന്നൊന്നുമില്ല. പിന്നെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ഐസ്ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കാരമലിൻ്റെ ഐസ്ക്രീമും അതുപോലെ നമ്മുടെ ഓറിയോയുടെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാതും ടേസ്റ്റ് ഉണ്ട്, എന്നാലും നമ്മൾ നട്ട്സും കോൺഫ്ലെക്സൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനെല്ലാ ഐസ്ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കോൺഫ്ലെക്സും കൂടിയിട്ട് ഒന്നുകൂടി ടോപ്പിങ്ങിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ മൂടി കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കാം. പിന്നെ ഞാൻ ഒരെണ്ണത്തിലും കൂടി ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിയിലേക്ക് ഷോപ്പിൽ താഴേക്ക് വേണ്ടിയിട്ട് അങ്ങനെ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ കീപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എടുത്തിട്ട് ഡെക്കറേഷൻ വേണമല്ലോ. അപ്പോൾ ഏത് പ്ലേറ്റിലാണോ നമ്മൾ സെർവ് ചെയ്യണത് അതിൽ നമ്മൾ ഇതേപോലെ കോൺഫ്ലെക്സ് നട്ട്സൊക്കെ ഒന്ന് തൂവി കൊടുക്കുകയാണ്. പിന്നെ ഞാനിന്ന് ക്യാമറയുടെ ആംഗിൾ മാറി വെച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു, അത് അറിഞ്ഞില്ല പിടിച്ചപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് കോൺഫ്ലെക്സും നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് ഇതാ പുട്ടുകുറ്റിയിൽ നിന്ന് നമ്മുടെ ഐസ്ക്രീം എടുക്കുകയാണ്. അടിപൊളിയായിട്ട് കിട്ടി, നല്ല ടൈറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, സെറ്റപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ കോൺഫ്ലെക്സ് ഫില്ല് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ ബാക്ക് വശത്തും അതുപോലെ പിറകിലൊക്കെ ആയിട്ട് കോൺഫ്ലെക്സ് വന്നപ്പോൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഇരിക്കുന്നത് എഗ്ഗിൻ്റെ വൈറ്റാണ് കേട്ടോ, മാരിഗയാണ്. അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പുട്ടുകുറ്റി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കാണാനും ഭംഗിയുണ്ട്, പിന്നെ ഐസ്ക്രീം അല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റിയാണല്ലോ. പക്ഷെ നമ്മൾ ഐസ്ക്രീം മാത്രമല്ലേ കഴിച്ചിരുന്നുള്ളൂ, ഈ കോൺഫ്ലെക്സും നട്ട്സൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ഷോപ്പിൽ അങ്ങനെ പോയി ഷോപ്പിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ, ചൂട് ചെറുതായിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ അതാ ഭയങ്കര ഐസും മൈനസായിരുന്നു അന്നത്തെ ദിവസം. ഞങ്ങൾ കാർ എന്തെങ്ങനെ മിനിങ്ങണ നോക്കുമ്പോൾ കാറിൻ്റെ മേലൊക്കെ ഫുൾ ഐസായിരുന്നു. കാർ നല്ല ഷൈനിങ്ങിലായിരുന്നു, പക്ഷെ ഐസാണ് സംഭവം. നല്ല ഹെവി ആയിരുന്നു കേട്ടോ.
പിന്നെ നമുക്ക് പോവാൻ കുറച്ച് പണിയായി. പിന്നെ നമ്മൾ സ്ക്രാപ്പർ കൊണ്ട് സ്ക്രാപ്പ് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളം ചൂട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പിന്നെ നമുക്ക് അവിടുന്ന് മൂവ് ആവാൻ പറ്റിയത്. അപ്പം അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ കാറിൻ്റെ ഉള്ളിലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൾട്ടാക്കിയതിന് ശേഷം ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്ത് പൈസ ഒക്കെ അങ്ങനെ പോയി. അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെത്തിയത്. പക്ഷേ വെതറൊക്കെ ചേഞ്ചായി. പകല് നല്ല വെയിലാണ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തണവുണ്ടായിരിക്കും, പക്ഷെ രാത്രിയിലത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് എഴുതുക. അതുപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.